ഹായ്, ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം പ്രകമ്പനം. ശ്രീഹരി വടക്കനെഴുതി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിൽ ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, മല്ലിക സുകുമാരൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. ഏറെ രസകരമായ ചലച്ചിത്രം തിയേറ്ററിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ശേഷം ഇപ്പോൾ OTTയിൽ എത്തിയിട്ടുണ്ട്. C5-ൽ ചലച്ചിത്രം സ്ട്രീം ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും ചലച്ചിത്രം കാണുമല്ലോ. രസകരമായ സിനിമയുടെ വിശദമായ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ചെമ്പകത്തെന്ന തറവാട് വീട്ടിൽ നിന്നുമാണ്. ആ തറവാട്ടിലെ അമ്മയായിരുന്നു ചെമ്പകത്തമ്മ. ചെമ്പകത്തമ്മ വലിയ വിശ്വാസിയാണ്. അവരുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെങ്കിൽ കൂടിയും ചെമ്പകത്തമ്മയ്ക്ക് മരിച്ചുപോയ കാരണവന്മാർക്ക് വിശേഷ ദിവസങ്ങളിൽ ഊട്ടുനേർച്ച നടത്തണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. മരുമക്കളെ കൊണ്ട് അന്ന് അത്തരത്തിൽ കാരണവന്മാർക്കായി അവർ ഭക്ഷണം വിളമ്പി ശേഷം വീടിന്റെ ലൈറ്റൊക്കെ അണച്ച് ഉമ്മറത്ത് വന്നിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീട്ടിലേക്ക് അവരുടെ മക്കൾ കടന്നു വരുന്നത്. പാർട്ടി പരിപാടിക്ക് പോയ ശേഷം തിരികെ എത്തുകയായിരുന്നു അവർ. രാഘവനെന്നും രമേശനെന്നുമാണ് അവരുടെ പേരുകൾ. അവർ വരുന്ന കണ്ടതും അവരുടെ ഭാര്യമാരൊന്ന് ഭയപ്പെടുന്നുണ്ട്. അന്ന് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നാണ് ഭയം. വലിയ മതവിശ്വാസമൊന്നുമില്ലാത്ത അവർക്ക് അമ്മയുടെ ഈ പ്രവൃത്തികളോട് കനത്ത എതിർപ്പാണുള്ളത്. മാത്രമല്ല അമ്മയുടെ ഈ ആരാധനാ രീതികളും മറ്റും കാരണം പാർട്ടി ഓഫീസിലും അവർ അപമാനിതരാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്നങ്ങോട്ടേക്ക് വന്ന ആ വിവരമറിഞ്ഞതും അവർ വല്ലാതെ ദേഷ്യപ്പെട്ടു. പക്ഷേ ചെമ്പകത്തമ്മയ്ക്കൊരു കൂസലുമുണ്ടായിരുന്നില്ല. വാതിൽ തുറന്നവർ അകത്തു നോക്കിയപ്പോ നിരത്തിവെച്ച ഇലകളിൽ ഒരിലയിലെ ഭക്ഷണം മാത്രം ആരോ കഴിച്ചിട്ടുണ്ട്. ഏതൊരു അമ്മാവന്റെ ആത്മാവാണെന്ന മട്ടിൽ ഭാര്യമാരെ നെഞ്ചത്ത് കൈവച്ച് നിൽക്കെ ഒരു പൂച്ച ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു. അതോടെ രാഘവനും രമേശനും ദേ പോകുന്നു നിങ്ങൾ പറഞ്ഞ അമ്മാവനെന്ന് പറഞ്ഞ് ഭാര്യമാരെ ഒന്ന് കളിയാക്കുക പോലും ഉണ്ടായി. ശേഷം ഭക്ഷണം എടുത്തു വെക്കാൻ ആവശ്യപ്പെട്ടു. കഥ അവിടെ നിന്നും സിദ്ധാർത്ഥ് എന്ന യുവാവിലേക്ക് തിരിയുന്നു. സിദ്ധാർത്ഥ് ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. കൃത്യമായി പറഞ്ഞാൽ ചെമ്പകത്തമ്മയുടെ പേരക്കുട്ടി. സിദ്ധു എന്നെല്ലാവരും വിളിക്കുന്ന സിദ്ധാർത്ഥിന് കോളേജിൽ അടുത്ത രണ്ട് കൂട്ടുകാരുകൂടിയുണ്ട്. പുണ്യാളൻ എന്നെല്ലാവരും വിളിക്കുന്ന ആന്റണി, മറ്റൊരാൾ ശങ്കരൻ. അവർ ഹോസ്റ്റലിൽ റൂംമേറ്റ്സും കോളേജിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാക്കളുമാണ്. അവസാന വർഷമായതുകൊണ്ട് അത്തവണയെങ്കിലും അവരുടെ കോളേജ് ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ട കാര്യങ്ങളും കരുനീക്കങ്ങളുമായി അവർ മുമ്പോട്ടു പോകുന്നു. ഹോസ്റ്റലിൽ ആഘോഷത്തോടെയുള്ള ജീവിതമാണ്. ഹോസ്റ്റൽ വാർഡനും മദ്യപാനവും മറ്റുമായി അവരുടെ കൂടെ തന്നെയുണ്ട്. മൊത്തത്തിൽ ജീവിതം അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം രാത്രിയിൽ മദ്യപിച്ചു കിടക്കുകയായിരുന്ന സിദ്ധുവിനെ തേടി ഒരു ഫോൺ കോൾ എത്തി. പുണ്യാളനാണെങ്കിൽ പുണ്യാളന്റെ കാമുകി വേദികയുമായി കത്തിവെച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഫോൺ കോളിൽ വിവരം സിദ്ധുവിന്റെ ചെവിയിലെത്തിയതും സിദ്ധു ഒന്ന് ഞെട്ടി. പിന്നാലെ കൂട്ടുകാരനെ വിളിച്ച് തന്നെ എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിക്കണം, വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ കൂട്ടുകാരനെയും കൂട്ടി ആ രാത്രിക്ക് രാത്രി ബാഗുമെടുത്ത് സിദ്ധു വീട്ടിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. പുറത്തിറങ്ങി നിന്ന് ഫോൺ വിളിക്കുകയായിരുന്ന മദ്യപിച്ചിരുന്ന പുണ്യാളൻ അപ്പോഴാണ് മട്ടുപ്പാവിൽ നിന്ന് അത് കണ്ടത്. അതോടെ മറ്റെന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിച്ച് അവൻ വേഗമകത്ത് ചെന്ന് മറ്റു കൂട്ടുകാരെ വിളിച്ചുണർത്തി. സിദ്ധുവിനെന്തോ പ്രശ്നമുണ്ടെന്നും ഉടൻ പോണമെന്നും പറഞ്ഞു. ഒരു കൂട്ടുകാരനിൽ നിന്ന് അവൻ വീട്ടിലേക്കാണ് പോയതെന്നറിഞ്ഞതും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഉടൻ തന്നെ തയ്യാറെടുത്ത് അവരുടെ ബാച്ച്മേറ്റ് കൂടിയായ എപ്പോഴും അവരുടെ ഇരയായ പട്ടരെന്ന് അവർ വിളിക്കുന്ന യുവാവിനെയും കൂട്ടി ഹോസ്റ്റൽ വാർഡന്റെ കാറുമെടുത്ത് അവർ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കാറിലിരുന്നാണെങ്കിൽ പുണ്യാളനും മറ്റും നല്ല വെള്ളമടിയാണ്. ഒടുവിൽ അടുത്ത ദിവസം പുലർച്ചെയോടെ അവർ സിദ്ധുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സിദ്ധു അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് തന്നെ അവന്റെ മുത്തശ്ശി ചെമ്പകത്തമ്മ മരണപ്പെട്ടു എന്ന വിവരമറിഞ്ഞിട്ടായിരുന്നു. പാർട്ടിക്കാരായതുകൊണ്ട് തന്നെ മറ്റ് ആചാര രീതിയിലൊന്നും ആയിരുന്നില്ല മൃതദേഹം അവിടെ വെച്ചിരുന്നത്. പാർട്ടിയുടെ ചുവന്ന പതാക പുതപ്പിച്ചതും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇൻകുലാബ് വിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പുണ്യാളനും സംഘവും വന്നെത്തുന്നത്. എന്തോ പാർട്ടി പരിപാടിയാണെന്ന് ചിന്തിച്ച പുണ്യാളൻ അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് നീളത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അതൊക്കെ കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് കൂട്ടുകാരൻ ചെമ്പോത്തമ്മ മരിച്ച ബോർഡ് കാണുന്നത്. അതോടെ അവൻ പുണ്യാളനെ പറഞ്ഞു മനസ്സിലാക്കി മാറ്റി. അവിടെ വെച്ചിട്ട് അവർ ആ നാട്ടിലെ ഒരു പാർട്ടിക്കാരനെ പരിചയപ്പെട്ടു. പൊതുവെ പ്രശ്നക്കാരനായ ഒരു യുവാവ്. ചിതയൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ വന്ന് സിദ്ധുവിന് അടുക്കൽ പറഞ്ഞു, ഇനി ഇവിടെ ചടങ്ങൊന്നുമില്ല, നീ വേണമെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം പൊക്കോ. ഈ സമയമൊക്കെ അവിടെ വിഷമിച്ച് ചെമ്പോത്തമ്മയുടെ ഭർത്താവ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആലോചിച്ചെന്ന പോലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. അവിടെ നിന്ന് തിരിക്കുന്നതിനു മുമ്പ് പുണ്യാളനും കൂട്ടുകാരും നേരത്തെ അവർ പരിചയപ്പെട്ട പാർട്ടിക്കാരുടെ ഗുണ്ടെന്നവർ തെറ്റിദ്ധരിച്ച് ആ യുവാവിനെ വീണ്ടും കണ്ടു. അയാളുടെ അടുത്ത് ചെന്ന് പുണ്യാളൻ സംസാരിച്ചു. 3-ാം വർഷമാണെന്നും ആ ഇലക്ഷനിൽ വിജയിക്കാൻ അവിടെ എന്തെങ്കിലും ഒപ്പിക്കണമെന്നും അവിടെ പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഫോടക വസ്തു വല്ലതും ഉണ്ടോ എന്നൊക്കെയായിരുന്നു പുണ്യാളന്റെ ചോദ്യം. ആദ്യം പാർട്ടിക്കാരനായ ആ യുവാവ് അവനെയൊന്ന് കുടഞ്ഞെങ്കിലും
എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളോടൊപ്പം എറണാകുളത്തിന് വരാമെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം കാറിൽ കയറി നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. സിദ്ധു ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞതുമില്ല. മുത്തശ്ശിയുടെ ഓർമ്മകളുമായി സിദ്ധു തറവാട്ടിൽ തുടർന്നു. മുത്തശ്ശി സിദ്ധുവിനോട് വലിയ സ്നേഹത്തിലായിരുന്നു. സിദ്ധുവിനും മുത്തശ്ശിയെ വലിയ കാര്യമായിരുന്നു. നാട്ടിൽ സിദ്ധുവിനൊരു പ്രണയമൊക്കെയുണ്ട്. മുത്തശ്ശിക്ക് അക്കാര്യം വരെ അറിയാമായിരുന്നു. പക്ഷേ ഒരിക്കൽ ആരാധനയുടെ പേരിൽ സിദ്ധുവും മുത്തശ്ശിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. മുത്തശ്ശി സിദ്ധുവിനെ തല്ലി. അന്നു മുതൽ അവർ തമ്മിൽ പിണക്കത്തിലായിരുന്നു. സിദ്ധു മുത്തശ്ശിയോട് സംസാരിച്ചിരുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊരു പിണക്കമുണ്ടായിരുന്നത് സിദ്ധുവിനെ അപ്പോൾ നന്നായി വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സിദ്ധു ഹോസ്റ്റലിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് അച്ചച്ചനെ കാണാൻ ചെന്നു. മുത്തശ്ശിയില്ലാത്തതുകൊണ്ട് ശീലങ്ങളൊന്നും മാറ്റണ്ടെന്ന് പറഞ്ഞ് അച്ചച്ചൻ മുത്തശ്ശി കൊടുക്കുന്ന പോലെ കുറച്ചു പണം സിദ്ധുവിന് കൊടുത്തു. പിന്നാലെ അവനോടൊരു ആവശ്യം അറിയിച്ചു. മുത്തശ്ശിയുടെ ചിതാഭസ്മം മുത്തച്ഛനടുത്ത് വെച്ചിട്ടുണ്ട്. മുത്തച്ഛനു വേണ്ടി അത് സിദ്ധു കാശിയിൽ കൊണ്ടുപോയി ഒഴുക്കണം. പക്ഷേ അത് കേട്ടതും സിദ്ധു തനിക്ക് പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. സിദ്ധുവിന് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇതിനായിരുന്നല്ലേ കൈക്കൂലി എന്ന് പറഞ്ഞ് അച്ചച്ചൻ കൊടുത്ത പണവും സിദ്ധു തിരികെ കൊടുത്തു. പക്ഷേ അവിടെ നിന്നിറങ്ങിയ സിദ്ധു അച്ചച്ചന്റെ വിഷമവും പരിഭവം പറച്ചിലുമൊക്കെ കേട്ടപ്പോ തിരികെ ചെന്ന് പെട്ടെന്നൊന്നും പറ്റില്ല, കോളേജിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് താൻ അത് കൊണ്ടുപോയി വേണമെങ്കിൽ ഒഴുക്കാമെന്ന് പറഞ്ഞു. അച്ചച്ചൻ അപ്പോഴാണ് അലമാരയ്ക്കകത്ത് പൂട്ടിവെച്ച് ചിതാഭസ്മം പുറത്തെടുക്കുന്നത്. വലിയ കലത്തിലായിരുന്നു അത്. ഇങ്ങനൊന്നും കോളേജിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സിദ്ധു ഇതിന്റെ ഒരു അംശം ഒഴിക്കിയാ പോരെ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കുപ്പികൾ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അച്ചച്ചൻ വലിക്കുന്ന മൂക്കിപ്പൊടിയുടെ കുപ്പി സിദ്ധുവിന്റെ കയ്യിൽ കിട്ടുന്നത്. സിദ്ധു അതിനകത്തേക്ക് കുറച്ച് ചിതാഭസ്മം പകർത്തി അതുമായി കോളേജിലേക്ക് തിരിച്ചു. സിദ്ധു കോളേജിലെത്തുമ്പോ അവിടെ നാട്ടിൽ മുഴുവൻ ശല്യമായിരുന്ന ആ ഒരു പാർട്ടിക്കാരനുമുണ്ട്. അവനാകെ പ്രശ്നമാണെന്ന കാര്യം സിദ്ധു പുണ്യാളനോടും ശങ്കരനോടും പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേക്കാനും കൂട്ടിച്ചേർത്തു. അപ്പോഴേക്കും മറ്റൊരു സുഹൃത്തെത്തി. സിദ്ധു നോമിനേഷൻ കൊടുത്തതിൽ എന്തോ പിശകുണ്ട്. നോമിനേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെത്തി അത് തിരുത്തണം. അയാളെ ഒഴിവാക്കാൻ പറഞ്ഞ് സിദ്ധു അവിടെ നിന്നിറങ്ങി. അപ്പോഴാണ് ചെക്കിങ്ങിന് മറ്റാരോ വരുന്നുണ്ടെന്ന വിവരം പുണ്യാളന്റെ ചെവിയിലെത്തുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അത് മുതലെടുത്ത് തങ്ങൾക്ക് തലവേദനയായി മാറിയ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ആ പാർട്ടിക്കാരനെ അവർ പുറത്താക്കി. പിന്നാലെ പുണ്യാളൻ ചായ വെച്ചു. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. കഴിക്കാൻ നോക്കുമ്പോ ഒന്നുമില്ല. സിദ്ധു നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. സിദ്ധുവിന്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ശങ്കരന്റെ കൂട്ടത്തിൽ പുണ്യാളൻ ബാഗ് തുറന്നു. പക്ഷേ ബാഗിനകത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടിയതാകട്ടെ മൂക്കിൽ പൊടി കുപ്പിയും. ഇവനെപ്പോഴാ ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞ് ശങ്കരൻ അത് കയ്യിലെടുത്തു. ഇതൊക്കെ വലിക്കുന്നതിനൊരു നേക്കുണ്ടെന്ന് പറഞ്ഞ് ശങ്കരൻ മൂക്കിപ്പൊടിയാണെന്ന് കരുതി ചിതാഭസ്മം എടുത്ത് വലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പുണ്യാളൻ അത് വാങ്ങി. പിന്നാലെ മൊബൈലെടുത്ത് അതിലേക്ക് അത് നിരത്തിയിട്ട് മയക്കുമരുന്ന് വലിക്കുന്ന പോലെ മൂക്കിപ്പൊടി എന്ന് കരുതി അവൻ ആ ചിതാഭസ്മം അങ്ങ് വലിച്ചു കയറ്റി. പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം മാറി മറിഞ്ഞു. വല്ലാതെ കാറ്റ് വീശാൻ തുടങ്ങി. പുണ്യാളൻ ഒരൊറ്റ തുമ്മല് തുമ്മി. പിന്നാലെ മട്ടുമാറിയ പോലെ അവനിരുന്ന് രാമനാമം ചൊല്ലാൻ തുടങ്ങി. അവന്റെ മൂക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് ശങ്കരൻ വല്ലാതെ പേടിച്ചു. പുണ്യാളനെ അവൻ തട്ടി വിളിച്ചപ്പോഴാണ് അവന് ബോധം വന്നത്. ആകെ പേടിച്ച ശങ്കരൻ അതെന്തോ പ്രശ്നമുള്ള സാധനമാണെന്ന് പറഞ്ഞ് മൂക്കിപ്പൊടി കുപ്പിയെടുത്ത് ജനൽ വഴി പുറത്തേക്കെറിഞ്ഞു. പുണ്യാളനാകട്ടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മൂക്കിന്ന് രക്തമൊക്കെ തുടച്ചു മാറ്റി. സിദ്ധുവാണെങ്കിൽ കോളേജിൽ ഇലക്ഷൻ ചർച്ചയിൽ തുടരുകയാണ്. ഇതൊന്നും അവൻ അറിഞ്ഞിട്ടേയില്ല. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ശങ്കരനും പുണ്യാളനും വന്നു. സിദ്ധുവിനെ കണ്ട പുണ്യാളൻ വല്ലാത്തൊരു ഭാവത്തിൽ സ്നേഹത്തിൽ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. തൊട്ടുപുറകെ ഒരു നെട്ടലില്ലെന്ന പോലെ പുണ്യാളൻ ഉണർന്ന് അവന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെയുള്ളവരോട് ഇടപഴകി. ഇതേസമയം അവർ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിട്ട പ്രശ്നക്കാരനായ ആ ഒരു യുവാവ് കോളേജ് ക്യാന്റീനിൽ ജോലിക്ക് കയറി. പുണ്യാളൻ ആ ക്യാന്റീൻ ഉടമയോട് കുറച്ച് ബാങ് ചോദിച്ചിരുന്നു. ഇലക്ഷന് അവർക്ക് വെല്ലുവിളി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് ഇയേഴ്സ് വോട്ട് ചെയ്യാനെത്തിയാൽ ഒരുപക്ഷെ അവര് തൂക്കും. അതുകൊണ്ട് ഇലക്ഷന്റെ തലേ ദിവസം ബാങ് കലക്കി കൊടുത്ത് അടുത്ത ദിവസം അവരെയാരും വോട്ട് ചെയ്യാൻ എത്താത്ത രീതിയിൽ എത്തിക്കാനായിരുന്നു പുണ്യാളന്റെ പദ്ധതി. പുണ്യാളൻ അതും എടുത്ത് പോരാൻ നേരം പെട്ടെന്നവന്റെ മട്ടുമാറി. അപ്പോഴാണ് ക്യാന്റീൻ ഉടമ അങ്ങോട്ടേക്ക് വന്നത്. പുണ്യാളൻ അയാളോട് കുറച്ച് മുറുക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അയാൾ പുണ്യാളന്റെ കയ്യിൽ ഹാൻഡ്സ് വെച്ചു കൊടുത്ത് തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മുറുക്കാനൊക്കെ പഴയ ഓൾഡ് ജനറേഷന്റെ അല്ലേ എന്നും കൂട്ടിച്ചേർത്തു. അയാൾ പോയപ്പോ ഒരു ഞെട്ടല്ലെന്ന പോലെ പുണ്യാളൻ വീണ്ടും നോർമലായി. കയ്യിലിരിക്കുന്ന ഹാൻഡ്സ് കണ്ടതും ഇതെന്തെന്ന മട്ടിൽ അവൻ ചിന്തിച്ചു. പിന്നാലെ ശങ്കരനൊപ്പം നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ ഇതേ സമയം കുറച്ച് പയ്യന്മാർ ഓജോ ബോർഡ് കളിക്കുകയായിരുന്നു. ആ മുറിയിലേക്ക് പുണ്യാളൻ കയറി വന്നതും അവിടെ ഒരു ആത്മാവ് ഓജോ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടു. ശങ്കരൻ അത് തട്ടിത്തെറിപ്പിച്ചു. മേലാൽ ഇത്
കണ്ടുപോകരുതെന്ന് പറഞ്ഞു. പുണ്യാളൻ ബാങ്ക് കലക്കുവാൻ അവിടെ ഉണ്ടായിരുന്നൊരു പയ്യനെ ഏൽപ്പിച്ചു. അടുത്ത ദിവസമായിരുന്നു കോളേജിൽ ഇലക്ഷൻ പ്രചരണ പരിപാടികൾ നടക്കുന്നത്. ആദ്യം സിദ്ധുവിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു സംസാരിച്ചത്. തീപാറുന്ന പ്രസംഗം, എല്ലാവരും ആവേശഭരിതരായി. അടുത്തതായി സിദ്ധു സംസാരിക്കാൻ കയറി. പക്ഷേ വേദിയിൽ നിന്നപ്പോ അവൻ വല്ലാത്ത ആശങ്കയിലായിട്ടുണ്ട്. ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല. സിദ്ധു ദീർഘനിശ്വാസമെടുത്ത് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്റെ തൊട്ടടുത്ത് പുണ്യാളൻ വന്നു നിന്നു. പുണ്യാളൻ പ്രസംഗിക്കുവാനും തുടങ്ങി. അതും സാധാരണ ഒരു പ്രസംഗമായിരുന്നില്ല. ഒരു ബാധ കയറിയ പോലെ സംസ്കൃത ശ്ലോകങ്ങളും ഭഗവത്ഗീതയിലെ കാര്യങ്ങളും ഒക്കെ എണ്ണിപ്പറഞ്ഞ് ഒരു ഗംഭീര പ്രസംഗം. അതും മലയാളത്തിൽ വലിയ വാക്ചാതുര്യം. ആ പ്രസംഗം കേട്ട് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും കുട്ടികളും അടക്കം ഞെട്ടി. കയ്യടിയുടെ ഒരു പെരുമഴ തന്നെ വീണു. സിദ്ധുവും മറ്റുള്ളവരും അതിശയത്തോടെ പുണ്യാളനെ നോക്കി. പുണ്യാളനും ഇതൊന്നും മനസ്സിലായിരുന്നില്ല. പുണ്യാളന്റെ പ്രസംഗം വീഡിയോ പിടിച്ചിരുന്നത് പിന്നീട് പുണ്യാളന് കാണിച്ചു കൊടുത്തപ്പോ പുണ്യാളൻ തന്നെ ഞെട്ടി. ഞാനാണോ ഇങ്ങനെ സംസാരിച്ചത് എന്ന മട്ടിലായിരുന്നു അവൻ. സിദ്ധുവിനും മറ്റുള്ളവർക്കും പുണ്യാളന്റെ ആ പ്രസംഗത്തോട് ചെറിയ അസൂയ പോലും തോന്നുന്നുണ്ട്. ആ ഒറ്റ പ്രസംഗം കൊണ്ട് കോളേജിലെ വിജയസാധ്യത സിദ്ധുവിന്റെ പക്കലേക്ക് ചാഞ്ഞിരുന്നു. എതിർ പാർട്ടിക്കാർ അതുകൊണ്ട് തന്നെ വല്ലാത്ത ചൂടിലാണ്. മറുവശത്ത് കിട്ടിയ അവസരമാണല്ലോ. പുണ്യാളൻ കത്തിക്കയറുകയായിരുന്നു. കൂട്ടുകാരുടെ മുമ്പിൽ അവൻ കുറച്ച് ഷോ കാണിച്ചു നിന്നു. അപ്പോഴാണ് സിദ്ധുവിന്റെ അച്ചാച്ചൻ വിളിക്കുന്നത്. ചിതാഭസ്മം ഒഴിക്കുകയോ എന്ന് അദ്ദേഹം സിദ്ധുവിനടുക്കൽ ചോദിച്ചു. ഇവിടത്തെ ഇലക്ഷൻ പരിപാടികൾ കഴിഞ്ഞിട്ട് താൻ ചെയ്തോളാം എന്ന് പറഞ്ഞ സിദ്ധു ഫോൺ കട്ട് ചെയ്തു. സിദ്ധുവിന്റെ ഓർമ്മകൾ അച്ചമ്മയെപ്പറ്റി ഒരു നിമിഷം മൂടിയിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന സിദ്ധു അച്ചമ്മയെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. വെള്ളം കുടിക്കാനായി അവൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണ എന്നൊരു വിളി കേട്ടു. അച്ചമ്മ വിളിക്കുന്ന അതേ രീതിയിൽ കണ്ണാടിയിലൂടെ അവൻ നോക്കിയതും പുണ്യാളന്റെ ബെഡിൽ അച്ചമ്മയിരിക്കുന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ അത് പുണ്യാളൻ തന്നെയാണ്. പക്ഷെ അച്ചമ്മയുടെ ബോഡി ലാംഗ്വേജും സിദ്ധു അലറി വിളിച്ചു. അവന്റെ ബോധം വരെ പോയി. അപ്പോഴേക്കും ഒച്ചകേട്ട് പിള്ളേരും വാടനടക്കം മോടി അങ്ങോട്ടേക്ക് എത്തി. മദ്യപിച്ചാണ് അവനിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന രീതിയിലായിരുന്നു സ്വബോധത്തിലേക്ക് അപ്പോഴേക്കും വന്നിരുന്ന പുണ്യാളനും ശങ്കരനും പറഞ്ഞത്. സാറും അത് വിശ്വസിച്ചു. പിന്നാലെ മറ്റു കുട്ടികളെ പറഞ്ഞുവിട്ട് വാടൻ അവിടെ നിന്നിറങ്ങി. പുണ്യാളന്റെ ശരീരത്തിൽ ബാധ കയറിയിട്ടുണ്ട് എന്ന് സിദ്ധുവിന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. സിദ്ധു പെട്ടെന്ന് തന്റെ ബാഗ് എടുത്ത് ചിതാഭസ്മം തിരഞ്ഞു. അതിലത് കാണുന്നുമില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോ ശങ്കരൻ ആ മൂക്കിപ്പൊടിയാണെങ്കിൽ അതെന്ന് പുണ്യാളിനടുത്ത് വലിച്ചെന്നും അവന്റെ മൂക്കിന്ന് ചോര വന്നത് കണ്ടപ്പോ താൻ അതെടുത്ത് എറിഞ്ഞു കളഞ്ഞു എന്ന കാര്യമടക്കം വിശദീകരിച്ചു. അത് കേട്ടതും സിദ്ധു ഞെട്ടി. അത് തന്റെ അച്ചമ്മയുടെ ചിതാഭസ്മമായിരുന്നു എന്നവൻ ഞെട്ടലോടെ പറഞ്ഞു. അപ്പോഴേക്കും പുണ്യാളന്റെ മട്ടുമാറി. പുണ്യാളന്റെ ശരീരത്തിൽ വീണ്ടും അച്ചമ്മയെത്തി. ആ ബോഡി ലാംഗ്വേജ് കണ്ടതും സിദ്ധുവിന് കാര്യം മനസ്സിലായി. സിദ്ധുവും ശങ്കരനും കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കി. പുണ്യാളൻ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് സിദ്ധുവിന്റെ അച്ചമ്മയാണ്. അവർ അലറി വിളിച്ച് താഴെ വീണു. പുണ്യാളനെ കണ്ട് സിദ്ധുവും ശങ്കരനും വല്ലാതെ ഭയക്കാനും ആരംഭിച്ചു. അവരുടെ അടുത്തേക്ക് വന്നിരുന്ന പുണ്യാളന് പെട്ടെന്നാണ് സുബോധം വരുന്നത്. പുണ്യാളൻ ഇവർക്കൊക്കെ എന്താ പ്രശ്നമെന്ന മട്ടിൽ അവരെ പറഞ്ഞ ശേഷം തിരികെ ഉറങ്ങാൻ പോയി കിടന്നു. അന്ന് രാത്രി ഒന്നിച്ചൊരേ കട്ടിലിൽ കിടന്നായിരുന്നു സിദ്ധുവും ശങ്കരനും ഉറങ്ങിയത്. പക്ഷേ പിറ്റേന്ന് മുറിയിലെ ടേപ്പ് റെക്കോർഡിൽ വെച്ചിരിക്കുന്ന സുപ്രഭാതമൊക്കെ കേട്ടാണ് ഇരുവരും ഉണരുന്നത്. നോക്കുമ്പോ അവരുടെ റൂം വൃത്തിയായി കിടക്കുന്നു. അവരുടെ റൂം തന്നെയാണോ അത് എന്നുവരെ അവർക്ക് അതിശയം തോന്നി. അവര് വെച്ചിരുന്ന കള്ളുകുപ്പിയോ ഒന്നും കാണാനുമില്ല. ബെഡിൽ നോക്കുമ്പോ പുണ്യാളനുമില്ല. ഉടനെ സിദ്ധുവും ശങ്കരനും ചേർന്ന് പുണ്യാളനെ ഹോസ്റ്റലിൽ അന്വേഷിക്കാൻ തുടങ്ങി. പോകുന്ന പോക്കിൽ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. കുളിച്ച് ഒരു സ്ത്രീ ഇറങ്ങുന്ന പോലെ മുലക്കച്ചിയൊക്കെ കെട്ടിയിറങ്ങി വരുന്ന പുണ്യാളനെയായിരുന്നു അവർ കണ്ടത്. അത് കണ്ടതും അച്ചമ്മയെന്ന് അറിയാതെ സിദ്ധു പറഞ്ഞു പോകുന്ന പോലുമുണ്ട്. പുണ്യാളന്റെ ശരീരത്തിൽ അച്ചമ്മയുടെ ബാധയുണ്ട് എന്ന് മനസ്സിലാക്കിയതും അതൊഴിപ്പിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ശങ്കരനും സിദ്ധുവും ചേർന്ന് തിരയാനായി ആരംഭിച്ചു. മാത്രമല്ല പുണ്യാളന്റെ ഈ മാറ്റങ്ങൾ മറ്റാരും കാണാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് റൂമിലുള്ള എതിർ പാർട്ടിക്കാരനും അവരുടെ കോളേജിലെ ശത്രുവുമായ ദിനിൽ ഇതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു. പുണ്യാളൻ സ്ത്രീകളെപ്പോലെ വസ്ത്രം ധരിക്കുന്നതും പൊട്ടുതൊടുന്നതുമൊക്കെ അവനൊരു ദിവസം ജനലിലൂടെ കണ്ടു. വീഡിയോയിൽ അവനത് പകർത്തുന്നതിനു മുമ്പ് സിദ്ധുവും ശങ്കരനും കണ്ട് ജനലടച്ചു. പുണ്യാളന്റെ കാമുകി വേദികയുടെ ബെസ്റ്റ് കൂടിയായിരുന്നു ഈ ദിനിൽ. എങ്ങനെയും അവരെ പിരിക്കുകയായിരുന്നു അവന്റെ ആജന്മ ലക്ഷ്യം. പലതരം പ്ലാനുകൾ അവരുണ്ടാക്കി. പ്രാർത്ഥനാ സംഘങ്ങളിൽ വരെ പോയി. പക്ഷേ ഒക്കെ തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലാവുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവരെപ്പോഴും പുണ്യാളന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുണ്യാളനെ തനിച്ച് വേദികയുമായി സംസാരിക്കാൻ പോലും അവർ വിട്ടില്ല. ഒടുവിൽ ഇലക്ഷന്റെ റിസൾട്ട് വന്നു. ഇലക്ഷനിൽ സിദ്ധാർത്ഥും മികച്ച വിജയം നേടി. സിദ്ധുവും സംഘവും അത് വലിയ തോതിൽ ആഘോഷിച്ചു. ഇതേസമയം
സമയം മറുവശത്ത് ഇലക്ഷനിൽ പരാജയപ്പെട്ടെങ്കിലും ദിനിൽ അവിടെ ഒരു പ്രശ്നം തീർത്തു. വേദിക കടത്തു ചെന്ന് പുണ്യാളൻ ഒരു ഗേ ആണെന്നും അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ ആണെന്നും പറഞ്ഞു. അത് കേട്ടതും വേദിക ഞെട്ടി. പുണ്യാളനോട് സംസാരിക്കാൻ അവൾ പുണ്യാളന്റെ അടുത്തു ചെന്നു. പുണ്യാളന്റെ രീതികൾ അവളെയും സംശയിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനാളായി അവളെ വളച്ചവളുടെ വീട്ടിലെത്താൻ പുണ്യാളൻ ശ്രമിക്കുന്നുണ്ട്. ദിനിൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ഉറപ്പിക്കാൻ അന്ന് രാത്രി വീട്ടിലേക്ക് വരാൻ പുണ്യാളനോട് അവൾ പറഞ്ഞു. പുണ്യാളനാണെങ്കിൽ അത് കേട്ടതും ആവേശത്തിലായി. അങ്ങനെ സമയം രാത്രിയായി. പുണ്യാളൻ വേദികയുടെ വീട്ടിൽ പോവാൻ തയ്യാറെടുക്കുകയാണ്. സിദ്ധുവും ശങ്കരനും പുണ്യാളനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവനത് കേൾക്കുന്നേയില്ല. ദിനിലാണെങ്കിൽ ഇതൊക്കെ ഒളിച്ചു നിന്ന് കാണുന്നുമുണ്ട്. അവനിപ്പോ പൊട്ടുതൊടും എന്നൊക്കെ പ്രതീക്ഷിച്ചു നിന്ന ദിനിലിന് ഒരു മാറ്റവുമില്ലാതെ പുണ്യാളനെ കണ്ട് ഞെട്ടലായിരുന്നു ഉണ്ടായത്. പുണ്യാളനാണെങ്കിൽ ദിനിലിന്റെ അടുത്ത് ചെന്ന് അവനെ ഒന്ന് വിരട്ടുകയും ചെയ്തു. ശേഷം അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വേദികയുടെ അമ്മയും അച്ഛനും പുറത്തു പോയിരിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അവർ വരൂ. ആ ധൈര്യത്തിലാണ് വേദിക പുണ്യാളനെ വീട്ടിലേക്ക് വിളിച്ചത്. പുണ്യാളൻ വേദികയുടെ വീട്ടിലെത്തി. മറുവശത്ത് എന്തേലും പ്രശ്നമുണ്ടാകുമോ എന്ന് ഭയന്ന് സിദ്ധുവും ശങ്കരനും വേദികയുടെ വീടിന്റെ താഴെ വന്ന് കാവലിരുന്നു. ദിനിലിനാണെങ്കിൽ കിടന്നിട്ടുറക്കം വരുന്നില്ല. അവൻ വേദികയുടെ അച്ഛനെ വിളിച്ച് ഒരു അഭ്യുദയാകാംക്ഷി എന്ന മട്ടിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അറിയിച്ചു. വേഗം അവരോട് വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. വിവരം കേട്ടതും ദേഷ്യത്തിൽ വേദികയുടെ അച്ഛൻ കാർ തിരികെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു. ഇതേസമയം റൂമിനകത്താകട്ടെ പുണ്യാളനും വേദികയും ഇന്റിമേറ്റ് ആവാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. വേദിക പുണ്യാളനെ കട്ടിലേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് പുണ്യാളൻ തുമ്മി. പുണ്യാളന്റെ മട്ടും ഭാവവും മാറി. പുണ്യാളന്റെ ദേഹത്ത് ചെമ്പോത്തമ്മ പ്രത്യക്ഷപ്പെട്ടു. ചെമ്പോത്തമ്മ വേദികയെ തള്ളിത്തെറിപ്പിച്ചു. പിന്നാലെ അച്ഛനില്ലാത്ത സമയം നോക്കി അരനിക്കറുമിട്ട് പുണ്യാളനെ വീട്ടിൽ വിളിച്ചു വരുത്തിയതിന്റെ പേരിൽ അവളെ ഉപദേശിക്കാനും ശകാരിക്കാനും തുടങ്ങി. വേദികയും ഇതൊക്കെ കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. പുണ്യാളൻ ഒരു ഗേ ആയതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നായിരുന്നു വേദികയുടെ ചിന്ത. അപ്പോഴേക്കും വേദികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്കെത്തി. അവർ വന്ന് വാതിൽ തുറന്നപ്പോ കണ്ടത് വാതിൽ തുറന്നു നിൽക്കുന്ന പുണ്യാളനെയാണ്. അതും ചെമ്പോത്തമ്മ ശരീരത്തിൽ കയറിയ പുണ്യാളനെ. ചെമ്പോത്തമ്മ വേദികയുടെ അച്ഛനെയും അമ്മയെയും കണക്കിന് ശകാരിക്കാൻ തുടങ്ങി. കൃത്യസമയം അങ്ങോട്ടേക്കെത്തിയ വേദിക പുണ്യാളന്റെ തലയ്ക്കടിച്ചു വീഴ്ത്തി. സംഭവങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ശങ്കരനും സിദ്ധുവും ഓടിക്കയറി വന്നു. ഈ വഴി പോകുമ്പോ ബഹളം കേട്ട് വന്നതാണെന്നായിരുന്നു ആരാണെന്ന ചോദ്യത്തിന് അവർ വേദികയുടെ അച്ഛന് മറുപടി കൊടുത്തത്. പിന്നാലെ പുണ്യാളനെയും പൊക്കിയെടുത്ത് അവർ അവിടെ നിന്ന് മാറി. ഒടുവിൽ ഒരു തരത്തിൽ പുണ്യാളനെ അവർ ഹോസ്റ്റലിൽ എത്തിച്ചു. ഒടുവിൽ യഥാർത്ഥ സത്യങ്ങൾ പുണ്യാളനോട് പറയേണ്ട ഘട്ടമെത്തി. ശങ്കരനും സിദ്ധുവും അക്കാര്യം പുണ്യാളനെ അറിയിച്ചു. പുണ്യാളന്റെ ശരീരത്തിൽ ചെമ്പോത്തമ്മയുടെ ബാധയുണ്ടെന്ന്. പുണ്യാളൻ അത് കേട്ട് ഞെട്ടിയിരുന്നു. തന്റെ പ്രണയജീവിതം കുളമായെന്ന് പുണ്യാളന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ചെമ്പോത്തമ്മയെ ഒഴിപ്പിക്കണം. തന്റെ ശരീരത്തിലേക്ക് ചെമ്പോത്തമ്മയെ വിളിച്ചുവരുത്തി അത് ചോദിച്ചറിയാൻ പുണ്യാളൻ കൂട്ടുകാരോട് പറഞ്ഞു. പിന്നാലെ അതിനുള്ള ശ്രമം നടത്തിയെങ്കിലും ചെമ്പോത്തമ്മ ശരീരത്തിൽ വരുന്നേയില്ല. തുമ്മിയാലേ വരൂ എന്ന് ശങ്കരൻ പറഞ്ഞു കേട്ടതും ഓരോന്ന് കാണിച്ച് തുമ്മാൻ പുണ്യാളൻ ശ്രമിച്ചു. ഒടുവിൽ മൂക്കിൽ തുണി തിരികെ കയറ്റി അവൻ 2 വട്ടം തുമ്മി. പക്ഷേ ചെമ്പോത്തമ്മ ശരീരത്തിൽ വന്നതേയില്ല. ഒടുവിൽ തകർന്നവൻ കട്ടിലിരുന്നു. അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ ഒരു ഞെട്ടലോടെ പുണ്യാളൻ ഉണർന്നു. ഹോസ്റ്റലിൽ ആകെ മതവിശ്വാസിയായി വലിയ പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരാളെയുള്ളൂ. എപ്പോഴും അവരുപദ്രവിക്കുന്ന പട്ടരെന്ന പയ്യൻ. അവന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിക്കാൻ പുണ്യാളൻ തീരുമാനിച്ചു. പട്ടരുടെ മുറിയിലേക്ക് പുണ്യാളൻ ഓടി. പിന്നാലെ ശങ്കരനും സിദ്ധുവും അവനടുക്കൽ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ സൊല്യൂഷൻ ചോദിച്ചു. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈ ലോകം വിട്ട് പോവാതിരിക്കുമ്പോഴാണ്, അവരുടെ ചടങ്ങുകൾ നടത്താതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബാധകൾ കയറുന്നത് എന്നാ പട്ടര് പറഞ്ഞു. അവിടെ ബീച്ച് സൈഡിൽ ഒരു അമ്പലമുണ്ടെന്നും അവിടെ ഇത്തരത്തിൽ ബലിയിടലും കർമ്മങ്ങളുമൊക്കെ നടക്കാറുണ്ടെന്നും അവിടെ പോയി അന്വേഷിച്ചാൽ കൂടുതൽ വിവരം കിട്ടും എന്നും പട്ടര് പറഞ്ഞതോടെ അതെല്ലാം ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ വരുത്തി തീർത്ത് സിദ്ധുവും ശങ്കരനും പുണ്യാളനും കൂടി വേഗം ആ അമ്പലത്തിലേക്ക് വെച്ചുപിടിച്ചു. പുണ്യാളനെ ബീച്ചിൽ നിർത്തി ശങ്കരനും സിദ്ധുവും അമ്പലത്തിൽ കർമ്മങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ പോയി. ഒരു പൂജാരിയോട് ചോദിച്ച് കർമ്മങ്ങളെപ്പറ്റി വിവരമറിഞ്ഞവർ തിരികെ എത്തിയപ്പോ കണ്ടത് ബീച്ചിൽ വലിയ പ്രശ്നമരങ്ങേറുന്നതാണ്. പുണ്യാളന്റെ ശരീരത്തിൽ ചെമ്പോത്തമ്മ കയറിയിരുന്നു. ബീച്ചിൽ വെച്ച് ഒരു മോഡേൺ കപ്പിൾസ് പരസ്പരം ചുംബിച്ചു. ചെമ്പോത്തമ്മ അത് സംസ്കാരവിരുദ്ധമെന്ന മട്ടിൽ അവരെ ചോദ്യം ചെയ്തു. സദാചാര ശല്യമായിട്ടായിരുന്നു ആ കപ്പിൾസിന് അത് തോന്നിയത്. അവിടെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ പ്രശ്നമായി. ആളുകൂടി. ഒരു തരത്തിൽ പുണ്യാളനെ പിടിച്ചുകൊണ്ടുപോവാൻ പ്രശ്നം മനസ്സിലാക്കി ശങ്കരനും സിദ്ധുവും ശ്രമമാരംഭിച്ചു. ചെമ്പോത്തമ്മയാണെങ്കിൽ അടങ്ങുന്നേയില്ല. വീണ്ടും ആ പെൺകുട്ടി തന്റെ കാമുകനെ ചുംബിക്കാൻ ശ്രമിച്ചതും ചെമ്പോത്തമ്മ അവളെ തള്ളിയിട്ടു. അതോടെ ഫേസ്ബുക്ക് ലൈവ് എടുത്ത് അവൾ അവിടെ നടന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അത് കണ്ടതും മുഖം മറച്ച് ശങ്കരനും സിദ്ധുവും ഒരു തരത്തിൽ പുണ്യാളനെ വലിച്ചുകൊണ്ടുപോവാൻ നോക്കുന്നുണ്ട്. ഒരു തരത്തിൽ അവരത് ചെയ്തെങ്കിലും അപ്പോഴേക്കും ആ
ഫേസ്ബുക്ക് ലൈവ് വൈറലായി കഴിഞ്ഞിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അവർ അത്തരത്തിൽ ഒരു സദാചാര പ്രശ്നം ഉന്നയിച്ച് വലിയ പ്രശ്നം തന്നെ തീർത്തതിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ടിവിയിൽ വലിയ വാർത്തയായി. കോളേജിലെ എതിർ പാർട്ടിക്കാർ അവരുടെ റൂം തന്നെ തല്ലി തകർത്തു. എന്തിനേറെ പറയുന്നു, പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കേണ്ടി പോലും വന്നു. സദാചാര പ്രശ്നം നേരിട്ട ആ പെൺകുട്ടി പോലീസ് കംപ്ലൈന്റ് കൊടുത്തതോടെ അവർ മൂവരും ഒളിവിൽ പോയി. അവരുടെ ഹോസ്റ്റൽ വാർഡന്റെ വീട്ടിലായിരുന്നു അവർ ഒളിവിൽ താമസിച്ചത്. വൈകാതെ വിവരങ്ങളറിഞ്ഞ അങ്ങോട്ടേക്ക് സിദ്ധുവിന്റെ അച്ഛന്റെ സഹോദരൻ രമേശൻ എത്തി. പാർട്ടി പരിപാടിയുള്ളതുകൊണ്ടായിരുന്നു സിദ്ധുവിന്റെ അച്ഛൻ രാഘവന് വരാൻ കഴിയാതെ പോയത്. വന്നപാടെ സിദ്ധുവിനോടും ശങ്കരനോടും അവരുടെ പ്രവൃത്തിയുടെ പേരിൽ രമേശനൊന്ന് തട്ടിക്കയറുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ എല്ലാ കാര്യങ്ങളും അവർ രമേശനോട് വിശദമായി പറഞ്ഞു. ഒടുവിൽ മുറിക്കകത്ത് പുണ്യാളനുണ്ട്, പുണ്യാളന്റെ ദേഹത്ത് ചെമ്പോത്തമ്മയുണ്ട് എന്ന് കേട്ട രമേശൻ അമ്മയോട് താനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറി. അമ്മയുടെ മരണശേഷം അമ്മയുടെ സ്വത്ത് വീതം വെച്ചപ്പോ സ്വത്തിന്റെ ഭൂരിപക്ഷം കിട്ടിയിരുന്നത് രാഘവനായിരുന്നു. രമേശന് കുറച്ചേ കിട്ടിയുള്ളൂ. അതിന്റെ പരാതി രമേശനുണ്ടായിരുന്നു. രമേശൻ അക്കാര്യം ചെമ്പോത്തമ്മ കയറിയിരുന്ന പുണ്യാളന്റെ അടുക്കൽ പറഞ്ഞു. തന്നോട് അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അമ്മയ്ക്ക് ഈ ലോകത്തുനിന്ന് പോവാൻ പറ്റാത്തതല്ലേ എന്ന മട്ടിൽ രമേശൻ ചോദിച്ചതും ചെമ്പോത്തമ്മ അലറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മരിച്ചതിന്റെ പിറ്റേന്ന് കുടുംബശ്രീന്ന് ഞാൻ പിടിച്ചു വെച്ച പൈസ ആരടാ എടുത്തത്? അത് കേട്ടതും രമേശൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആർക്കുമറിയാത്ത കാര്യം എങ്ങനെ ആ പയ്യനറിയാനാണ്? ചെമ്പോത്തമ്മ യാഥാർത്ഥ്യത്തിൽ പുണ്യാളന്റെ ദേഹത്ത് തന്നെയുണ്ട്. രമേശൻ ഉറപ്പിച്ചു. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി അന്നു മുതൽ പുണ്യാളിൽ നിന്ന് ചെമ്പോത്തമ്മ കയറുമ്പോൾ ഒറിജിനൽ ചെമ്പോത്തമ്മയുടെ ശബ്ദം തന്നെ പുറത്തു വരാനും തുടങ്ങി. ചെമ്പോത്തമ്മ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു പറഞ്ഞു, നിങ്ങൾക്കാർക്കും ദോഷം ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിന്നത്. എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നിട്ടേ പോവാൻ പറ്റൂ. എനിക്ക് കുറച്ച് സമയം വേണം. ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. അച്ചമ്മയ്ക്ക് എന്താ ആഗ്രഹമെന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ നടത്തിത്തരാം എന്ന് സിദ്ധു പറഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ടത് കൂട്ടിയാ കൂടില്ല എന്നായിരുന്നു ചെമ്പോത്തമ്മയുടെ മറുപടി. അതൊക്കെ കേട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവരെ വീട് വിട്ട് പുറത്തേക്കിറങ്ങി. പിന്നാലെ വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. കേസ് ശക്തമാവുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് നീക്കി. പാർട്ടിയിലുള്ള വക്കീലിന്റെ സഹായത്തോടെ പാർട്ടി സ്വാധീനം വെച്ച് അടുത്ത ദിവസം അവർ മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങി. അപ്പോഴും അവർക്കെതിരെ പ്രതിഷേധവും മീഡിയ വിചാരണയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കോടതിക്ക് പുറത്തുണ്ടായിരുന്ന വേദിക ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. വേദികയ്ക്കും സത്യം അറിയണം. വേദിക സിദ്ധുവിനടുത്തെത്തി എന്താ കാര്യമെന്ന് തനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും മുമ്പ് അവർ സമീപിച്ചിരുന്ന ഒരു ബാധയൊഴിപ്പിക്കൽക്കാരന്റെ ഒരു എക്സോസിസ്റ്റിന്റെ കോണ്ടാക്ട് അവർക്ക് കിട്ടിയിരുന്നു. അന്നാണ് അപ്പോയിന്റ്മെന്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ അവർ തയ്യാറെടുത്തു. വേദികയോടും കൂടെ വരാൻ പറഞ്ഞു. അവർ അവിടെ എത്തിയപ്പോൾ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതുക്കലേക്ക് ഒരു റഷ്യൻ ലേഡി വന്നു, ജോയന്ന. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവരുടെ ഫോട്ടോയും മറ്റും വെച്ച് ഇന്റർനെറ്റിൽ പരസ്യം കൊടുത്തിരുന്നത് സ്റ്റാനിസ് ലെവാസ്കി എന്ന അവളുടെ പങ്കാളിയായ മറ്റൊരാളായിരുന്നു. അതിന്റെ പേര് പറഞ്ഞ് ഡോക്ടർ ജോയന്ന സ്റ്റാനിസ് ലെവാക്കിയോട് അത്യാവശ്യമൊന്ന് ദേഷ്യപ്പെടുന്ന പോലുമുണ്ട്. പക്ഷേ സ്റ്റാനിക്ക് അതിലൊന്നും ഒരു കൂസലുമുണ്ടായിരുന്നില്ല. പിന്നാലെ സ്റ്റാനിസ് ലെവാസ്കി അവർ നാലുപേരെയും കണ്ടു. അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സിദ്ധുവിന്റെ മുത്തശ്ശിയാണ് പുണ്യാളന്റെ ശരീരത്തിലെന്ന് കേട്ടപ്പോൾ സ്റ്റാനി പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ശേഷം അയാൾ അവരെ തന്റെ എക്സോസിസം ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. ശാസ്ത്രീയമായ രീതിയിൽ ആത്മാക്കളെ ഒഴിപ്പിക്കലാണ് താൻ ചെയ്യുന്നതെന്ന് സ്റ്റാനി വിശദീകരിക്കുന്നൊക്കെയുണ്ട്. കൂട്ടത്തിൽ 12 പേരെ കൊന്ന ഒരു സീരിയൽ കില്ലറിന്റെ ആത്മാവിനെ താൻ തളച്ച കാര്യവും മറ്റൊരു പെൺകുട്ടിയുടെ ആത്മാവിനെ തളച്ച കാര്യവുമൊക്കെ സ്റ്റാനി വിശദീകരിച്ചു. ശേഷം ചെമ്പോത്തമ്മയ്ക്ക് തീർക്കാൻ പറ്റാതെ പോയ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. ഉണ്ടെന്ന് പയ്യന്മാർ പറഞ്ഞതും അത് താൻ ചെമ്പോത്തമ്മയോട് തന്നെ ചോദിച്ചറിഞ്ഞോളാം എന്ന് പറഞ്ഞ് സ്റ്റാനി തന്റെ പണി ആരംഭിച്ചു. ഒരു മണികിളിക്ക് പുണ്യാളനെ പെട്ടെന്ന് അയാൾ ചെമ്പോത്തമ്മയാക്കി. പിന്നാലെ ചെമ്പോത്തമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് വേദിക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. സ്റ്റാനിയവരെ വളരെ പുച്ഛത്തോടെ കണ്ടാണ് ചെമ്പോത്തമ്മ സംസാരിച്ചത്. സംസാരത്തിനിടയിൽ കണ്ണോത്ത് മാധവനെ കൊന്നിട്ടെ ഞാൻ പോവൂ എന്ന് ചെമ്പോത്തമ്മ പറഞ്ഞു. അത് കേട്ട് സിദ്ധു ഞെട്ടി. അതായത് അച്ചച്ചനെ കൊല്ലണമെന്നാണ് അച്ചമ്മ പറയുന്നത്. സ്റ്റാനി പിന്നാലെ ഒരു പുസ്തകത്തിൽ വലിച്ചടിച്ചപ്പോൾ ചെമ്പോത്തമ്മ പുണ്യാളുടെ ശരീരത്തിൽ നിന്ന് മാറി. പിന്നാലെ സ്റ്റാനി വിശദീകരിച്ചു, ഇത് പേടിക്കാനൊന്നുമില്ല. പ്രേതങ്ങൾക്കും ഈ ഡിപ്രഷനും ഒറ്റപ്പെടലും ഒക്കെ ബാധകമാണ്. അതുകൊണ്ട് കൂടെ ഒരാളുണ്ടാവട്ടെ എന്ന് തോന്നിയതായിരിക്കും. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ബാധ ഒഴിപ്പിക്കാം. പക്ഷേ അതിന് ചില കാര്യങ്ങൾ വേണം. ആത്മാവിന്റെ പൊസഷനുള്ള എന്തെങ്കിലും ഒരു വസ്തു, നഖമോ മുടിയോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും നടക്കില്ല, അച്ചമ്മയെ ദഹിപ്പിച്ചില്ലേ എന്നായിരുന്നു സിദ്ധു അപ്പോൾ പറഞ്ഞത്. അത് കുഴപ്പമില്ല, ചിതാഭസ്മം കിട്ടിയാൽ മതി എന്ന് സ്റ്റാനി പിന്നാലെ പറഞ്ഞു. ശേഷം സ്റ്റാനി ചെമ്പോത്തമ്മ മരിച്ച ദിവസവും സമയവും ചോദിച്ചു. ശേഷം തന്റെ ഡിവൈസിൽ ആ സമയം കുറിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ സാധാരണ ഈ എക്സോസിസം ചെയ്യാൻ 41 ദിവസത്തെ ഒരു ബഫർ ടൈമാണ് നമുക്ക് കിട്ടുക. അതായത് ഈ വരുന്ന 13 മുമ്പ്
ആത്മാവ് ഈ റിച്വലൊക്കെ ചെയ്യണം. അതിനു മുമ്പ് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആത്മാവ് ചെകുത്താന്മാരുടെ ലോകത്ത് കയറും. ഇപ്പോഴത്തെ ഈ തമാശകളിയൊക്കെ അങ്ങ് മാറും. ഡെവിൾ അവരുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരംഭിക്കും. അതായത് ആ ആത്മാവ് പുണ്യാളന്റെ ശരീരത്തിൽ പിന്നെ എന്നേക്കുമായി ട്രാപ്ഡ് ആവും. പുണ്യാളൻ ചിലപ്പോ കോമയിലായി പോവാനും സാധ്യതയുണ്ട്. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ അവരെല്ലാവരും ഞെട്ടി. 13th എന്ന് പറയുന്നത് നാളെയാണ്. അവർക്ക് മുമ്പിൽ ഒട്ടും സമയമില്ല. ആകെ പേടിച്ച് പുണ്യാളൻ പുറത്തേക്കോടി. എന്തെങ്കിലും കൊണ്ടുവന്നാൽ എക്സോസിസം ചെയ്യാം എന്ന് സ്റ്റാൻലി അവർക്ക് ഉറപ്പ് കൊടുത്തു. അവരും താഴേക്കെത്തി. പുണ്യാളനാകെ നിലവിട്ട് നിൽക്കുകയാണ്. താൻ കോമയിലായി പോകുമോ എന്നവന് വല്ലാത്ത ഭയമുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ കൂടെയുണ്ടെന്നും തങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും സിദ്ധു അവൻ ഉറപ്പ് കൊടുത്തു. സിദ്ധു കൊണ്ടുവന്നിരുന്ന ചിതാഭസ്മം നഷ്ടപ്പെട്ടതുകൊണ്ട് മുത്തച്ഛന്റെ കയ്യിലുള്ള ചിതാഭസ്മം വാങ്ങാൻ അവർ അവിടെ നിന്നും സിദ്ധുവിന്റെ നാട്ടിലേക്ക് വെച്ചുപിടിച്ചു. വളരെ റിസ്ക് എടുത്താണ് അവർ പുണ്യാളനെയും കൊണ്ടുപോയത്. വീട്ടിലേക്കെത്തുമ്പോൾ കാറിലിരുന്ന് പുണ്യാളൻ മയങ്ങുകയായിരുന്നു. പുണ്യാളനെ കാറിൽ തന്നെ ഇരുത്തി ബാക്കിയുള്ളവർ പുറത്തിറങ്ങി. അവിടെയാണെങ്കിൽ സിദ്ധുവിന്റെ കൊച്ചച്ഛൻ ചെമ്പൂത്തമ്മയുടെ പേരിലൊരു സ്മാരകമൊക്കെ കെട്ടി മകനെയും കൂട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധു എന്താ എന്ന മട്ടിൽ അത് ചോദ്യം ചെയ്യാൻ അങ്ങോട്ടേക്ക് ചെന്ന സമയം കാറിലിരുന്ന പുണ്യാളന്റെ മയക്കം തെളിഞ്ഞു. പുണ്യാളന്റെ ശരീരത്തിൽ ചെമ്പൂത്തമ്മയും കയറി. ചെമ്പൂത്തമ്മ നോക്കുമ്പോ തന്റെ ഭർത്താവ് മാധവൻ അയൽവക്കക്കാരി ശാന്തയുമായി കിന്നരിക്കുന്നു. പിന്നാലെ വലിയ ബഹളമായിരുന്നു കേട്ടത്. സിദ്ധുവും മറ്റുള്ളവരും പുണ്യാളനെ നോക്കി. പുണ്യാളൻ കാറിലില്ല. അവര് നോക്കുമ്പോ പുണ്യാളൻ ശാന്തയിട്ട് തല്ലാനെന്ന മട്ടിൽ ഓടിക്കുകയാണ്. ശാന്തയുടെ ഭർത്താവും മക്കളും ഇടപെട്ട് ഒരു തരത്തിൽ പുണ്യാളനെ മാറ്റി. കൂട്ടുകാരൊക്കെ ചേർന്ന് പുണ്യാളനെ പിടിച്ചുവെച്ചു. വായും പൊത്തി. മാനസിക നില തെറ്റിയ പയ്യനാണെന്ന് പറഞ്ഞ് പുണ്യാളനെ തിരികെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇത് കണ്ടതും മാധവനാകട്ടെ തലക്ക് വെളിയില്ലാത്തവനെയൊക്കെ എന്തിനാടാ വീട്ടിലേക്ക് കൊണ്ടുവരുന്നേ, ആ ശാന്തേനയിട്ട് എന്തോരം കഷ്ടപ്പെടുത്തിയെന്നൊക്കെ സംസാരിച്ചു നിൽക്കുകയാണ്. പുണ്യാളന്റെ വായിൽ നിന്ന് കൈമാറിയതും ചെമ്പൂത്തമ്മ മാധവനോട് സംസാരിച്ചു. എടോ കള്ള മാധവ, ഇതായിരുന്നല്ലേ നിങ്ങളുടെ കയ്യിലിരിപ്പ്? ഞാൻ ചാവാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നല്ലേ? പുണ്യാളന്റെ വായിൽ നിന്ന് മരണപ്പെട്ട തന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടതും മാധവൻ ബോധം കെട്ട് താഴെ വീണു. പുണ്യാളനെ അവര് പിടിച്ചൊരു മരത്തിൽ കെട്ടി. പിന്നാലെ മാധവനെ വെള്ളം തെളിച്ചുണർത്തി. മാധവനാണെങ്കിൽ ആകെ ടെൻഷനിലായിരുന്നു. ഭാര്യ ജീവിച്ചിരുന്നപ്പോഴേ സമാധാനം തന്നിട്ടില്ല, മരിച്ചിട്ടും നീയൊന്നും കൂടി അതിന് സമ്മതിക്കില്ലടാ എന്ന മട്ടിലൊക്കെ പറഞ്ഞ മാധവൻ ടെൻഷനായി. ചിതാഭസ്മം ഒഴുക്കിയിട്ടില്ലെന്നറിഞ്ഞതും കൂടുതൽ ദേഷ്യം വന്നു. പിന്നാലെ മാധവന്റെ പക്കലുണ്ടായിരുന്ന ചിതാഭസ്മം എവിടെ എന്ന് സിദ്ധു ചോദിച്ചു. അതവന്റെ കൊച്ചച്ഛനെടുത്തു എന്നായിരുന്നു മാധവന്റെ മറുപടി. കൊച്ചച്ഛനോട് ചോദിച്ചപ്പോ ആ ചിതാഭസ്മം എടുത്ത് അത് പറമ്പിൽ വിതറിയിട്ടാണ് അതിന്റെ മുകളിൽ സ്മാരകം കെട്ടിയത് എന്ന് കൊച്ചച്ഛൻ പറഞ്ഞു. നടക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ സിദ്ധുവിന്റെ അച്ഛനും ബോധ്യപ്പെട്ടിരുന്നു. നീ എല്ലാരെയും കൊലയ്ക്കു കൊടുക്കല്ലേടാ എന്ന് പറഞ്ഞ് സിദ്ധുവിന്റെ അച്ഛൻ രാഘവൻ രമേശന്റെ കോളറിൽ പോലും പിടിച്ചു. ചിതാഭസ്മം കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. പുണ്യാളൻ ചിലപ്പോ കോമയിലേക്ക് പോകും. ഇക്കാര്യം പുണ്യാളനോട് എങ്ങനെ പറയണമെന്ന് പോലും സിദ്ധുവിന് അറിവുണ്ടായിരുന്നില്ല. മറ്റു കൂട്ടുകാരെ മാറ്റി നിർത്തി കാര്യം പറയാൻ പോകുമ്പോഴേക്കും അവിടുത്തെ ചെറിയ കുട്ടിയെ കൊണ്ട് പുണ്യാളൻ തന്റെ കയ്യിൽ കെട്ടിയിരുന്ന കെട്ടഴിപ്പിച്ചു. പുണ്യാളൻ സ്വതന്ത്രനായതോടെ ചെമ്പോത്തമ്മ പുണ്യാളന്റെ ദേഹത്തേക്ക് കയറി. പിന്നെ പറയണ്ടല്ലോ, മാധവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ മാധവന് നേരെ പാഞ്ഞെടുത്തു. സിദ്ധുവും കൂട്ടരും അത് കണ്ടവന്റെ പിന്നാലെ ഓടി. മാധവൻ പേടിച്ച് റൂമിനകത്ത് കയറി വാതിലടച്ചു. ചെമ്പോത്തമ്മ ജനലിന്റെ ഭാഗത്തു നിന്നെത്തി അലറാൻ തുടങ്ങി. ചെമ്പോത്തമ്മയും മാധവനും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ അരങ്ങേറുന്നുണ്ട്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും എന്ന് ചെമ്പോത്തമ്മ പറഞ്ഞു. അങ്ങനൊന്നും പറയില്ല രുക്മിണി എന്ന് പറഞ്ഞ് മാധവൻ കൈകൂപ്പുകയാണ്. നീയോ പോയി 20 കൊല്ലം കൂടി ആയുസുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ജോത്സ്യം നോക്കിയപ്പോ പറഞ്ഞതാ എന്ന് മാധവൻ പറഞ്ഞതും ചെമ്പോത്തമ്മ ദേഷ്യത്തിൽ ചോദിച്ചു, ഞാൻ പോയതാണോടോ? സിദ്ധു പെട്ടെന്ന് പുണ്യാളിന് നേരെ തിരിഞ്ഞു നോക്കി ഒരു ഞെട്ടലോടെ. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാവുന്നത്. ചെമ്പോത്തമ്മ മരിച്ചന്ന് രാത്രി ചെമ്പോത്തമ്മയും മാധവനും അടുക്കളയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. ചെമ്പോത്തമ്മ ഭക്ഷണപ്പൊതി തുറന്ന് കഴിക്കാനിരുന്നപ്പോ മാധവൻ ജനലിലൂടെ അയൽവക്കത്തെ ശാന്തയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പോത്തമ്മ കഴിക്കുന്നതിനിടയിൽ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോയി. ചെമ്പോത്തമ്മ മാധവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശാന്തയെ നോക്കിക്കൊണ്ടിരുന്ന മാധവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കൈനീട്ടി ഗ്ലാസ് കുലുക്കിയപ്പോ ശബ്ദം കേട്ടാണ് മാധവൻ നോക്കുന്നത്. തലയിൽ മുട്ടാൻ ചെമ്പോത്തമ്മ ആംഗ്യം കാണിച്ചു. മാധവനെത്തി ശക്തമായി തലയിലങ്ങ് മുട്ടി. ആ നിമിഷം ചെമ്പോത്തമ്മ മരണപ്പെട്ടു. അത് കേട്ടതും സിദ്ധുവും ശങ്കരനുമടക്കം എല്ലാവരും ഞെട്ടി. അവളെ പിടിച്ചുകൊണ്ട് പോയടാ എന്ന മട്ടിൽ അച്ചാച്ചൻ കുട്ടികളെ നോക്കിയിട്ട് അലറി. പുണ്യാളനെ ഒരു തരത്തിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ കുട്ടികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചെമ്പോത്തമ്മ ശരീരത്തിൽ കയറിയ പുണ്യാളനാകട്ടെ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ്. ഒരു തരത്തിൽ പുണ്യാളനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി. ചെമ്പോത്തമ്മ അപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ സിദ്ധു എല്ലാം കൊണ്ടും നിയന്ത്രണം വിട്ടു പറഞ്ഞു, എല്ലാരെയും കൊല്ലണമെന്നല്ലേ പറയുന്നത്, ദേ ഇവനെയും കൊല്ല്. അവിടുത്തെ ചെമ്പോത്തമ്മയുടെ ഇളയ പേരക്കുട്ടിയെ മുമ്പിലേക്ക് നീട്ടി നിർത്തിക്കൊണ്ടായിരുന്നു സിദ്ധു അത് പറഞ്ഞത്. അത് കേട്ടതും ചെമ്പോത്തമ്മ ഒന്നടങ്ങി. ചെമ്പോത്തമ്മ വാത്സല്യത്തോടെ ആ കുട്ടിയെ
തലോടി നിൽക്കുകയാണ്. പിന്നിൽ നിന്ന് വന്ന മാധവൻ വലിയൊരു ഓലമടലെടുത്ത് പുണ്യാളന്റെ തലയ്ക്കടിക്കുന്നത് പുണ്യാളൻ ബോധം കെട്ട് താഴെ വീണു. ചെമ്പോത്തമ്മയും അതേടാ അന്ന് അബദ്ധത്തില് ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ മാധവൻ എടുത്തുകൊണ്ട് പോടാ ഈ സാധനത്തിനെ എന്ന് പറഞ്ഞലറി. ഇതിനിടയിൽ ശങ്കരനൊരു കാര്യം ഓർമ്മ വന്നിരുന്നു. അന്ന് ചിതാഭസ്മത്തിന്റെ ബാക്കി ഹോസ്റ്റലിലെ ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞിരുന്നല്ലോ. അത് കിട്ടിയാലും എക്സോസിസം ചെയ്യാം. മുമ്പിൽ മറ്റു വഴികളില്ല. അവരെല്ലാവരും ഹോസ്റ്റലിലേക്ക് തിരികെ പുറപ്പെട്ടു. ഒടുവിൽ അവർ ഹോസ്റ്റലിലെത്തിച്ചേർന്നു. എങ്ങോട്ടേക്കാണ് മൂക്കിൽ പൊടിപ്പെട്ടി വലിച്ചെറിഞ്ഞത് എന്ന കാര്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തി. അടുത്ത ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽക്കെട്ടിനപ്പുറത്താണ് അത് ചെന്നു വീണിരിക്കുന്നത്. അവരെല്ലാവരും ചേർന്ന് അവിടെ തിരച്ചിൽ നടത്താൻ തുടങ്ങി. അപ്പോഴേക്കും അവർ ഹോസ്റ്റലിൽ വന്നിരിക്കുന്ന വിവരം ജനലിലൂടെ നോക്കി ദിനിലും സംഘവും കണ്ടിരുന്നു. എതിർ പാർട്ടിക്കാരും അവരോട് ശത്രുതയുള്ളതുമായ ദിനിലും സംഘവും അവർ ഓൾറെഡി കേസിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ നേരിടാൻ വേണ്ടി അങ്ങോട്ടേക്ക് സാധനങ്ങളും എടുത്തെത്തി. പിന്നെ അവിടെ അരങ്ങേറിയത് ഒരു ഫൈറ്റായിരുന്നു. ശക്തമായ ഏറ്റുമുട്ടൽ. സിദ്ധുവിനും സംഘത്തിനും നല്ല രീതിയിൽ മർദ്ദനമേറ്റു. ഒടുവിൽ പുണ്യാളനെ പിടിച്ച് ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ചെമ്പോത്തമ്മ പുണ്യാളന്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. പുണ്യാളൻ പിന്നീട് അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരുന്നവരെയൊക്കെ തിരികെ അടിച്ചോടിച്ചു. സിദ്ധുവും ധൈര്യം വീണ്ടെടുത്ത് അവർക്കെതിരെ പൊരുതി. ദിനിലും കൂട്ടുകാരും തിരിഞ്ഞോടി. ഇതിനിടയിലാണ് അങ്ങോട്ടേക്ക് പുണ്യാളന്റെ അച്ഛനും അമ്മയും വരുന്നത്. അവര് പ്രാർത്ഥനാ സംഘത്തിലെ അംഗങ്ങളാണ്. ചെമ്പോത്തമ്മയ്ക്ക് പുണ്യാളന്റെ അച്ഛനും അമ്മയുമാണ് അതെന്നറിയില്ലല്ലോ. ചെമ്പോത്തമ്മ പുണ്യാളന്റെ അച്ഛനെയും ചവിട്ടിത്തെറിപ്പിച്ചു. കാര്യങ്ങളൊക്കെ ശാന്തമായപ്പോൾ അവരെല്ലാവരും വേഗത്തിൽ എക്സോസിസം ചെയ്യുന്ന സ്റ്റാനിയുടെ ഇടത്തേക്ക് പുറപ്പെട്ടു. ചിതാഭസ്മം അടങ്ങിയ മൂക്കിൽ പൊടിപ്പെട്ടി കിട്ടിയെന്ന് ശങ്കരൻ പറഞ്ഞതിനെ തുടർന്നായിരുന്നു അത്. പക്ഷേ പോകുന്നതിനിടയിലാണ് ശങ്കരൻ ഒരു കാര്യം തിരിച്ചറിയുന്നത്. തന്റെ കയ്യിൽ കിട്ടിയിരുന്ന ആ മൂക്കിൽ പൊടിപ്പെട്ടിയിൽ ചിതാഭസ്മമില്ല. പക്ഷെ അത് മറ്റുള്ളവരോട് പറയാൻ ശങ്കരൻ ഭയപ്പെട്ടു. വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ മുമ്പ് കണ്ണൂരിൽ നിന്ന് വന്ന് കോളേജ് ക്യാന്റീനിൽ ജോലിക്ക് കയറിയ ആ പാർട്ടിക്കാരനാണ്. പുണ്യാളന്റെ ശരീരത്തിൽ അപ്പോഴാണ് വീണ്ടും ചെമ്പോത്തമ്മ കയറുന്നത്. ചെമ്പോത്തമ്മയുടെ ശബ്ദം കേട്ടതും ആദ്യമായി പുണ്യാളന്റെ ദേഹത്ത് പ്രേതത്തെ കാണുന്ന അവൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഓടി. സിദ്ധു വണ്ടിയെടുത്ത് വേഗം സ്റ്റാനിയുടെ ഇടത്തേക്ക് വെച്ചുപിടിച്ചു. മറുവശത്ത് സിദ്ധുവിന്റെ വീട്ടിലാകട്ടെ കാരണവന്മാർക്കുള്ള നേർച്ചയൂട്ട് സിദ്ധുവിന്റെ കുടുംബം നടത്തുകയായിരുന്നു. അന്ന് രാത്രി 12 മണിവരെയേ സിദ്ധുവിനും സംഘത്തിനും സമയമുള്ളൂ. അതിനുള്ളിൽ എക്സോസിസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുണ്യാളൻ കോമയിലേക്ക് പോകും. പക്ഷേ വീട്ടിലേക്ക് കയറിയപ്പോ അവിടെ അതിലും വലിയ പ്രശ്നമായിരുന്നു. സ്റ്റാനിയെ കെട്ടിയിട്ട് സ്റ്റാനിയുടെ പങ്കാളി സ്റ്റാനിയുടെ സമ്പാദ്യവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അവൾ എയർപോർട്ടിലേക്ക് പോയിട്ടേയുള്ളൂ. സ്റ്റാനി അവർ രക്ഷപ്പെടുത്തിയപ്പോ സ്റ്റാനി അവളുടെ പിന്നാലെ പോവാൻ പോയി. പക്ഷേ എല്ലാവരും ചേർന്ന് സ്റ്റാനിയോട് എക്സോസിസം ചെയ്യാൻ നിർബന്ധിച്ചു. ഒടുവിൽ പുണ്യാളന്റെ അവസ്ഥ കണ്ട് സ്റ്റാനി അതിന് സമ്മതിച്ചു. എക്സോസിസം അദ്ദേഹം ആരംഭിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ചിതാഭസ്മമില്ല. എല്ലാവരും അത് കേട്ട് ഞെട്ടി. ഒടുവിൽ ചിതാഭസ്മം ഇല്ലാതെ എക്സോസിസം ചെയ്യുവാൻ സ്റ്റാനി നിർബന്ധിതനായി. പക്ഷെ അതൊരിക്കലും സക്സസ്ഫുൾ ആയിരുന്നില്ല. അത് പരാജയപ്പെടുകയാണെന്ന് വൈകാതെ സ്റ്റാനിക്ക് മനസ്സിലായി. അവിടെയുള്ള മറ്റ് പ്രേതങ്ങൾ കൂടി പുറത്തു ചാടുകയായിരുന്നു. മുമ്പ് സ്റ്റാനി തളച്ച സീരിയൽ കില്ലറിന്റെയും പെൺകുട്ടിയുടെയും പ്രേതം പുറത്തു ചാടിയിട്ടുണ്ട്. അവിടെ മൊത്തത്തിൽ ആകെ പ്രശ്നങ്ങളുടലെടുത്തു. ഇതിനിടയിൽ ചെമ്പോത്തമ്മയും വയലന്റ് ആവാൻ തുടങ്ങി. ഗോസ്റ്റ് റിപ്പല്ലന്റ് സ്പ്രേ അടിച്ച് ഒരു തരത്തിൽ ചെമ്പോത്തമ്മയെയും മറ്റും അടക്കിയ ശേഷം സ്റ്റാനി വേഗം എക്സോസിസം ചെയ്ത മാലയെടുത്ത് ഇത് കുഴിച്ചിടണമെന്ന് പറഞ്ഞ് പുറത്തേക്കോടി. യാഥാർത്ഥ്യത്തിൽ എല്ലാം പാളിയെന്ന് മനസ്സിലാക്കിയ അയാൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പുണ്യാളന്റെ ദേഹത്തു നിന്ന് ചെമ്പോത്തമ്മ ഒഴിഞ്ഞുപോയിരുന്നില്ല. അതുകണ്ട് അവിടുണ്ടായിരുന്ന ഏവരും ഞെട്ടി. ഇനി നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ചെമ്പോത്തമ്മ പുണ്യാളന്റെ ദേഹത്ത് സ്ഥിരമായി കുടികൊള്ളും. പുണ്യാളൻ ചിലപ്പോൾ കോമയിൽ വീഴും. എല്ലാവരും ഭയത്തോടെ നോക്കി നിൽക്കെ ഇതേസമയം മറുവശത്ത് രക്ഷപ്പെട്ടു പോയിരുന്ന സ്റ്റാനിയുടെ വണ്ടിക്ക് കൈകാട്ടി കണ്ണൂരിൽ നിന്ന് വന്നിരുന്ന ആ ഒരു യുവാവ് ലിഫ്റ്റ് ചോദിച്ചു കയറി. പോകുന്ന വഴിക്ക് ചെമ്പോത്തമ്മയുടെ പ്രേതത്തിന്റെ കാര്യമൊക്കെ സ്റ്റാനിയോട് അയാൾ പറയുന്നുണ്ട്. സ്റ്റാനിയാണെങ്കിൽ ഭയന്ന് ഒരെണ്ണത്തിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയതേയുള്ളൂ എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കുറച്ചു കഴിഞ്ഞതും സ്റ്റാനി ആ യുവാവിനോട് സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. മറുവശത്ത് കണ്ണൂരിലെ വീട്ടിൽ മാധവൻ എങ്ങോട്ടേക്കോ രക്ഷപ്പെടാൻ വേണ്ടി പുറത്തിറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ചെമ്പോത്തമ്മയുടെ ഫോട്ടോ അയാളുടെ തലയിലേക്ക് പതിച്ചത്. അയാൾ താഴെ വീണു. സമയം കൃത്യം 12 മണിയായി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് പുണ്യാളൻ എന്തോ സംഭവിച്ചു. എല്ലാവരും ഞെട്ടലോടെ പുണ്യാളനെ നോക്കി. പുണ്യാളന്റെ ദേഹത്ത് നിന്ന് ചെമ്പോത്തമ്മ ഒഴിഞ്ഞുപോയിരിക്കുന്നു. എന്താ നടന്നതെന്ന് ആർക്കുമൊന്നും മനസ്സിലാവുന്നില്ല. തലയിൽ ആ ഫ്രെയിം വീണ് മാധവൻ മരിച്ചോ? അതുകൊണ്ടാണോ ചെമ്പോത്തമ്മ പോയത്? പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. തലയിൽ ആ ഫ്രെയിം വീണെങ്കിലും മാധവനൊന്നും പറ്റിയിരുന്നില്ല. നടന്നതെന്തെന്നാൽ സ്റ്റാനി ആ യുവാവിനോട് സിഗരറ്റ് ചോദിച്ചല്ലോ. സിഗരറ്റ് ഇല്ലെന്ന് പറഞ്ഞ് മൂക്കിൽ പൊടി ഉണ്ടെന്ന് പറഞ്ഞ് ആ യുവാവ് മൂക്കിൽ പൊടി എടുത്തു കൊടുത്തു. യാഥാർത്ഥ്യത്തിൽ അന്ന്
മൂക്കിൽപ്പൊടി ജനലിലൂടെ ശങ്കരൻ വലിച്ചെറിഞ്ഞപ്പോ അത് വന്ന് കൊണ്ടത് മുറിയിൽ നിന്നിറക്കിവിട്ട ആ യുവാവിന്റെ ദേഹത്തായിരുന്നു. അവനതെടുത്ത് കയ്യിൽ വെച്ചിരുന്നു. അതാണ് മൂക്കിപ്പൊടി എന്ന് പറഞ്ഞ് അവൻ സ്റ്റാനിക്കെടുത്തു കൊടുത്തത്. സ്റ്റാനി അത് വലിച്ചതും ചെമ്പോത്തമ്മ സ്റ്റാനിയുടെ ദേഹത്തേക്ക് കയറി. കൂട്ടത്തിൽ അയാളിൽ നിന്നും മോചിതനായ സീരിയൽ കില്ലറുടെ പ്രേതവും പെൺകുട്ടിയുടെ പ്രേതവും അയാളുടെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റാനി മുമ്പോട്ടേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഗോവയിൽ മാധവൻ ചിൽ ചെയ്ത് അടിച്ചുപൊളിക്കുകയാണ്. ബീച്ചിലെ വേൽഗ എന്ന ബെഡിൽ വന്നുകിടന്ന് മാധവൻ അവിടുത്തെ വിദേശികളെ നോക്കി ആസ്വദിച്ചു നിൽക്കെ എങ്ങനെയുണ്ടെന്നൊരു ശബ്ദം കേട്ടു. മാധവൻ തിരിഞ്ഞു നോക്കി. തൊട്ടടുത്തതാ ചെമ്പോത്തമ്മയുടെ വേഷത്തിൽ ചെമ്പോത്തമ്മയുടെ ആത്മാവ് പൂർണ്ണമായി പ്രവേശിച്ച സ്റ്റാനി. അത് കണ്ടതും മാധവൻ ഭയന്നോടാൻ തുടങ്ങി. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു കോമഡി ഹൊറർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.